നമസ്കാരം. കേരളത്തിലെ മാതാപിതാക്കളോട് സ്വന്തം മക്കൾ, അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, ആർ ശ്രീലേഖയാകണോ അതോ അവരുടെ എതിരാളികളായി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന മറ്റ് 2 സ്ഥാനാർത്ഥികളിൽ ആരെങ്കിലും ആകണോ, അല്ലെങ്കിൽ അവരെ പോലെ ആകണമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ സംശയലേശം തന്നെ അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഏതാണ്ടൊരു 99.99% മാതാപിതാക്കളും ഞങ്ങളുടെ മക്കൾ ആർ ശ്രീലേഖ ആയാൽ മതി, പെൺമക്കളാണെങ്കിൽ പ്രത്യേകിച്ച്. കാരണം ആർ ശ്രീലേഖ എന്ന വ്യക്തി IPS കാര്യമായിരുന്നു. റാങ്കോടുകൂടി പഠിച്ച പദവികളിലെല്ലാം, പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം റാങ്ക് നേടി IPSും റാങ്കോടുകൂടി കരസ്ഥമാക്കി കേരളത്തിൻ്റെ DGP ആയി വരെ ഉയർന്ന് പ്രശംസനീയമായ സേവനം കാഴ്ചവെച്ച് സ്വന്തം കരിയറിൽ ഒരു കളങ്കം പോലും അവശേഷിപ്പിക്കാതെ റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ, ഇപ്പോൾ വാർഡ് കൗൺസിലറായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്തരത്തിലുള്ളൊരു കരിയറാണ് ഞങ്ങളുടെ മകൾക്ക്, പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച്, ആൺകുട്ടിയാണെങ്കിലും അത്തരത്തിലൊരു കരിയറാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നതെന്ന് മാതാപിതാക്കൾ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് ഞാൻ ഇത്ര ഉറപ്പോടുകൂടി പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും വിവിധ മണ്ഡലങ്ങളിൽ ചുറ്റിക്കറങ്ങുന്ന സാഹചര്യമുണ്ടായപ്പോൾ വിവിധ മാതാപിതാക്കളോടൊരു കൗതുകത്തിന് വേണ്ടി ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണിത്. പല ചോദ്യങ്ങളിലൊന്നാണിത്. അതിന് ലഭിച്ച ഏകകണ്ഠമായ ഉത്തരമെന്ന് തന്നെ പറയാം ഇതായിരുന്നു. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം, മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിക്കാം. സ്വന്തം മകനോ മകളോ രാജീവ് ചന്ദ്രശേഖരനെ പോലെയാകണമോ, നേമം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ പോലെയാകണമോ എന്ന് ചോദിച്ചാൽ, രാജീവ് ചന്ദ്രശേഖർ ഒരു ടെക്നോക്രാറ്റാണ്, വ്യവസായ പ്രമുഖനാണ്, സമർത്ഥനായൊരു കേന്ദ്രമന്ത്രിയായിരുന്നു. കാരണം ഇൻഫർമേഷൻ ടെക്നോളജി മാത്രമല്ല, ജൽശക്തി പോലുള്ള രാജ്യത്തിന് കൃത്യമായ ആവശ്യമുള്ള, അല്ലെങ്കിൽ രാജ്യത്തിന് അടിയന്തരമായ ആവശ്യമുള്ള ഇത്രയും വലിയ പ്രാധാന്യമുള്ളൊരു വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രിയായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു കരിയർ നിലനിർത്തി പോകുന്ന രാജീവ് ചന്ദ്രശേഖരനെ പോലെ ആകണം സ്വന്തം മക്കളെന്നേ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരമായി ലഭിച്ചത് അതുതന്നെയാണ്. മറ്റ് സ്ഥാനാർത്ഥികൾ ഇവർക്കെല്ലാം എതിരെ, ആർ ശ്രീലേഖയ്ക്കെതിരെയാകട്ടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ ആകട്ടെ, ഇവർക്കെതിരെ മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികൾ മോശക്കാരാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് മാതാപിതാക്കളുടെ ഉത്തരമാണ്. കാരണം സ്വന്തം മക്കൾ എങ്ങനെയാകണം എന്നുള്ളതിനെ സംബന്ധിച്ച് മാതാപിതാക്കളുടെ ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചതാണ്. അത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും പ്രേക്ഷകരിലുള്ള മാതാപിതാക്കളുടെ അഭിപ്രായമെന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വ്യത്യസ്തമായൊരു അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റുകളിലൂടെ അത് അറിയിക്കുക. നമുക്ക് ചർച്ചകളാവും. ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു കൗതുകകരമായിട്ടുള്ളൊരു ചോദ്യം മാത്രമായി കണ്ടാൽ മതി. ഇതിന് വേറെ ഒരു അർത്ഥതലവും കൽപ്പിക്കേണ്ട കാര്യമില്ല. ഇനി രാഷ്ട്രീയ നേതാക്കളിലേക്ക് വരാം. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ രാഷ്ട്രീയ നേതാവാണ്, ശ്രീലേഖയും രാഷ്ട്രീയക്കാരി തന്നെയാണ്. ഇനി പരമ്പരാഗതമായിട്ട് രാഷ്ട്രീയം മാത്രം സ്വീകരിച്ച വ്യക്തികളെ സംബന്ധിച്ച് നമുക്കൊരു ചോദ്യം ചോദിക്കാം. 3 വ്യക്തികളെ നമുക്ക് എടുക്കാം ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട്. സ്വന്തം മക്കൾ, മകനോ മകളോ, നരേന്ദ്രമോദി ആകണോ, രാഹുൽ ഗാന്ധി ആകണോ, MA ബേബി ആകണോ, അല്ലെങ്കിൽ ഇവരിൽ ആരെപ്പോലെ ആകണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കപ്പെട്ടാൽ മാതാപിതാക്കൾ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞിട്ടുമുണ്ട്, നരേന്ദ്രമോദി ആകണം. ഇത്തരത്തിൽ സ്വന്തം മക്കൾ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇന്ന പാത തിരഞ്ഞെടുക്കണം, ഈ ഒരു പാത വേണം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുവാൻ എന്ന് സംശയലേശമന്യേ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന മാതാപിതാക്കൾ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ അവരുടെ സമ്മതിദാനം വിനിയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിന് സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ ആ തീരുമാനത്തെ സാധൂകരിക്കുന്ന തരത്തിലുള്ളൊരു സമ്മതിദാനം ചിലപ്പോഴെങ്കിലും നടത്താറില്ല? അതും ഒരു ചോദ്യമായി തന്നെ ഞാൻ കേരളത്തിലെ മാതാപിതാക്കളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. എന്തായാലും ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ പ്രേക്ഷകരിലെ മാതാപിതാക്കൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.